Welcome back to this moral science class, dear children. Hello, how are you? Okay, നമുക്ക് തുടങ്ങാം. പുതിയ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഏതായിരുന്നു? ഫോർത്ത് ലെസൺ. You can do it. What's the name of the lesson? You can do it. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നാണ്. അതിനകത്ത് നമ്മളൊരു സ്റ്റോറി പഠിച്ചായിരുന്നല്ലോ. ആരുടെ സ്റ്റോറി ആയിരുന്നു അത്? ഒരു കിങ്ങിന്റെ സ്റ്റോറിയാണ് മിസ് പറഞ്ഞു തന്നത്. ആരായിരുന്നു? റോബർട്ട് ബ്രൂസ്. ഓർമ്മയുണ്ടോ? റോബർട്ട് ബ്രൂസ് എന്ന കിങ്ങിന്റെ കാര്യം പഠിച്ചു. അപ്പോൾ പേജ് നോക്കാം, പേജ് നമ്പർ 15. The lesson we learn from the spider is we must never give up. ഒരിക്കലും ഒരു കാര്യം ഉപേക്ഷിച്ച് കളയരുത്, പാതി വഴിയിൽ ഉപേക്ഷിച്ച് കളയരുത്. We must keep trying till we achieve our goal. One must not get discouraged by failure. ഫെയിലിയർ മൂലം ഒരു കാര്യവും നമ്മൾ പിൻവാങ്ങാൻ പാടില്ല. ഓക്കെ, പരാജയപ്പെട്ടു എന്ന കാരണത്താൽ ഒരു പരിശ്രമവും ഉപേക്ഷിക്കാൻ പാടില്ല. അല്ലാതെ നമുക്ക് പിൻവാങ്ങേണ്ടി വരും. നമ്മളുടെ വേറെ എന്തെങ്കിലുമൊക്കെ റീസൺ, സാമ്പത്തിക ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിക്യാപ്ഡ് ആവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഉപേക്ഷിക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ തോറ്റുപോയി എന്ന കാര്യം പറഞ്ഞിട്ട് ഒരു പരിശ്രമം ഉപേക്ഷിക്കാൻ പാടില്ല. ഓക്കെ, ലെറ്റ് us start today's class. Same page, second paragraph. Here are some more success stories. ഇനി നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ട് കുറച്ച് സക്സസ് സ്റ്റോറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് എബ്രഹാം ലിങ്കനെ കുറിച്ചാണ്. എബ്രഹാം ലിങ്കനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ നോട്ടീസ് ചെയ്യുന്ന ആദ്യത്തെ പേരാണ് എബ്രഹാം ലിങ്കൺ. ലിങ്കന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചില്ല. LINCOLN കേട്ടോ. ലിങ്കൺ, L സൈലന്റ് ആണ്. എബ്രഹാം ലിങ്കൺ. ആരായിരുന്നു എബ്രഹാം ലിങ്കൺ? അമേരിക്കയിൽ ജനിച്ച ഒരാളാണ്. ലോയർ ആയിരുന്നു അദ്ദേഹം. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ആള് കറുത്ത വർഗ്ഗക്കാരനാണ് കേട്ടോ. അമേരിക്കയിൽ ഈ കറുത്ത വർഗം, വെളുത്ത വർഗം എന്ന് രണ്ട് വിഭാഗമുണ്ട്. അപ്പൊ വെളുത്ത വർഗ്ഗക്കാർ, അതായത് സായിപ്പിനെ പോലെ സായിപ്പുണ്ട്, അവർ ഈ കറുത്ത വർഗ്ഗക്കാരെ അടിമകളെ പോലെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അതായത് കറുത്ത തൊലി നിറം കറുപ്പാണെങ്കിൽ അവരെ അടിമകളാക്കി. നമ്മൾ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ പശുവിനെയൊക്കെ വിൽക്കാൻ നിർത്തിയിരിക്കുന്ന പോലെ ഈ കറുത്ത വർഗ്ഗക്കാരായ ആളുകളെ അവിടെ കൊണ്ടുവന്ന് കൈയൊക്കെ കെട്ടി ചങ്ങലൊക്കെ ഇട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് വെളുത്ത വർഗ്ഗക്കാരായ ധനികരുണ്ടല്ലോ, അവരവിടെ വന്നിട്ട് ലേലം വിളിക്കും. മനുഷ്യരാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. ലേലം വിളിച്ചിട്ട് ഈ കറുത്ത വർഗ്ഗക്കാരെ വാങ്ങിച്ചു കൊണ്ടുപോകും. പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിലെ അടിമ വേല ചെയ്യും. അപ്പോൾ അടിക്കാം, കുഴിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് ഉപദ്രവം വേണമെങ്കിലും ചെയ്യാം. കൊന്നു കുഴിച്ചു മൂടിയാൽ പോലും ആരും ചോദിക്കാൻ പറ്റില്ല. കാരണം നിയമം ഈ വെളുത്ത വർഗ്ഗക്കാരൻ്റെ കൂടെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ കറുത്ത വർഗ്ഗക്കാരെ മോചിപ്പിച്ച്, അതായത് സ്ലേവറി, അടിമത്തത്തിൽ നിന്ന് കറുത്ത ജനതയെ മോചിപ്പിച്ച ആൾ കൂടിയാണ് എബ്രഹാം ലിങ്കൺ. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കറുത്ത വർഗ്ഗക്കാരൻ പ്രസിഡന്റ് ആവുന്നത്. അപ്പം എത്രയും നാളും വെളുത്ത വർഗ്ഗക്കാരായ ആളുകളാണ് അമേരിക്ക ഭരിച്ചിരുന്നത്. ആദ്യമായിട്ടാണ് കറുത്ത വർഗ്ഗക്കാരനായ എബ്രഹാം ലിങ്കൺ പ്രസിഡന്റ് ആയത്. എത്രാമത്തെ പ്രസിഡന്റ് ആണത്? 16th പ്രസിഡന്റ് ഓഫ് അമേരിക്ക. അദ്ദേഹം ജനിച്ചത് അമേരിക്കയിൽ തന്നെയാണ്. ഹി വാസ് എ ലോയർ. പിന്നെ അദ്ദേഹം മരിച്ചത് കൊല്ലപ്പെടുകയാണ് ചെയ്തത് കേട്ടോ. കാരണം ഒരുപാട് വിദ്വേഷങ്ങൾക്കിടയാക്കി. അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെന്റും വെളുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ അമർഷത്തിന് കാരണമാക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ 1865 വെടിവെച്ച് കൊല്ലുകയാണ്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറീസ് നോക്കാം. ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ഇത്രയും ഉയരത്തിലെത്തിയ ഒരാളാണ് എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ ഫെയിൽഡ് ഇൻ ബിസിനസ് വെൻ ഹി വാസ് 21. അപ്പോൾ 21 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ എടുത്തു വെച്ച് വായിക്കണം കേട്ടോ. ഒരുപാട് കഷ്ടപ്പാട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു മരപ്പണിക്കാരനായിരുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്, ദാരിദ്ര്യം നിറഞ്ഞ ബാല്യമായിരുന്നു അദ്ദേഹത്തിന്. വീട്ടിൽ പഠിക്കാനുള്ള യാതൊരു സാഹചര്യവുമില്ലായിരുന്നു. ഒരുപാട് മക്കൾ വീട്ടിൽ. എബ്രഹാം ലിങ്കണിന് ഒരുപാട് ബ്രദേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ തുച്ഛമായ വരുമാനത്തിൽ കഴിഞ്ഞിരുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വയറ് നിറച്ച് ഭക്ഷണമൊന്നും കിട്ടിയിരുന്നില്ല. അവർ പട്ടിണിയിൽ തന്നെയായിരുന്നു.
അതുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ ഈ കുട്ടികളെല്ലാവരും ജോലിക്ക് പോയി, പഠിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലിങ്കണ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് കാരണമുണ്ട്, അദ്ദേഹം ഒരു ലൈബ്രറിയിൽ കുറച്ച് നാൾ ജോലി ചെയ്തപ്പോൾ ഈ പുസ്തകങ്ങൾ പരിചയപ്പെട്ടു. അവിടെ ലൈബ്രറി ബുക്സ് വാങ്ങിക്കാൻ വരുമ്പോഴല്ലേ ജോലിയുള്ളൂ, ബാക്കി സമയം വെറുതെ ഇരിക്കുന്ന കണ്ടപ്പോൾ ആ ലൈബ്രറിയുടെ ഉടമസ്ഥൻ ലിങ്കണ് വായിക്കാനായിട്ട് പുസ്തകം കൊടുക്കുമായിരുന്നു. അങ്ങനെ പുസ്തകം വായിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് റീഡിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ ലൈബ്രറിയിലെ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഒരുപാട് അറിവ് നേടി. പിന്നെ ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പുസ്തകം കൂടെ കൊണ്ട് നടക്കും. അദ്ദേഹം ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം പുസ്തകം വായിക്കും. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ പോയിരുന്ന് അദ്ദേഹം ബുക്സ് വായിക്കും. കാരണം വീട്ടിൽ വിളക്ക് പോലും കത്തിക്കാനായിട്ടുള്ള സാമ്പത്തികമില്ല. അതുകൊണ്ട് അദ്ദേഹം വഴിയരികിലെ സ്ട്രീറ്റ് ലൈറ്റ് അല്ലേ, വഴിയരികിലെ വിളക്കിൻ്റെ താഴെ, ലൈറ്റിൻ്റെ താഴെ പോയിരുന്നിട്ട് അദ്ദേഹം വായിക്കുമായിരുന്നു. അപ്പോൾ he failed in business when he was 21. He was defeated in a legislative race at 22. Legislative means നിയമപരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു നിയമപരമായ, അതായത് എന്താ പറയുക, ഒരു കേസായിട്ട് ലെജിസ്ലേറ്റീവ് റേസിൽ അദ്ദേഹം തോറ്റുപോയി. എത്ര വയസ്സുള്ളപ്പോഴാണ്? 22 years. He failed again in business at 24. 24ാമത്തെ വയസ്സിൽ അദ്ദേഹം വീണ്ടും ബിസിനസ്സിൽ പരാജയപ്പെട്ടു. And had witnessed the death of his sweetheart at 26. സ്വീറ്റ് ഹാർട്ട് എന്ന് പറയുന്ന ആരാണ്? അദ്ദേഹത്തിൻ്റെ പത്നി, വൈഫ്. അദ്ദേഹത്തിൻ്റെ 26ാമത്തെ വയസ്സിൽ വൈഫ് മരിച്ചുപോയി. At 27 he had a nervous breakdown and lost a congressional race at 34. 34ാമത്തെ വയസ്സിൽ അദ്ദേഹം നെർവസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആയി. When he was 45 he lost a senatorial race and at 47 he failed in an effort to become vice president. 47ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് സെനറ്റോറിയൽ റേസിൽ പരാജയം നേരിട്ടു. 45 ഇയേഴ്സിൽ. പിന്നെ 47 അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിട്ട് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഹി ലോസ്റ്റ് എ സെനറ്റോറിയൽ റേസ് എഗെയിൻ അറ്റ് 49. വീണ്ടും 49, അതായത് 4 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും സെനറ്റോറിയൽ റേസിൽ അദ്ദേഹം പരാജയത്തിനായി. ആൻഡ് വാസ് ഇലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അറ്റ് 52. 21 തുടങ്ങിയ പരാജയമാണ് അല്ലേ. ആദ്യം 21 ഇയേഴ്സിൽ മുതൽ അദ്ദേഹം ലൈഫിൽ എല്ലാ കാര്യങ്ങളിലും പരാജയപ്പെട്ടു. ആൻഡ് അറ്റ് ലാസ്റ്റ് 52 ഇയേഴ്സ് ഉള്ളപ്പോഴാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ നോക്കിക്കേ, ദീർഘനാളത്തെ പരാജയത്തിലും പിന്മാറാതെ പരിശ്രമിച്ചാണ് എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ 16ാമത്തെ 16th പ്രസിഡൻ്റായിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് വൺ തോമസ് ആൽവ എഡിസൺ. നെക്സ്റ്റ് പേഴ്സൺ തോമസ് ആൽവ എഡിസൺ. നിങ്ങൾ GK-യിലൊക്കെ പഠിച്ചിട്ടുണ്ട്. Who is തോമസ് ആൽവ എഡിസൺ? ആരാണെന്നോ തോമസ് ആൽവ എഡിസൺ? നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ അധികം സാധനങ്ങൾ, ഉപകരണങ്ങൾ കണ്ടുപിടിച്ച ഒരു സയൻറ്റിസ്റ്റാണ് തോമസ് ആൽവ എഡിസൺ. ഇദ്ദേഹവും അമേരിക്കനാണ് കേട്ടോ, അമേരിക്കയിൽ ജനിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ്? ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചത് എഡിസൺ ആണ്. പിന്നെ ഇലക്ട്രിക് ബൾബ്, പിന്നെ നമ്മുടെ മൂവീസൊക്കെ ഉണ്ടല്ലോ, സിനിമ ചിത്രീകരണ വേളയിൽ ഉപയോഗിക്കുന്ന മോഷൻ പിക്ചർ ക്യാമറ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ടെലഗ്രാഫ്, ടെലഫോൺ, ഇതൊക്കെ കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ ആണ്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം ചെറുതിലെ തന്നെ ഭയങ്കര ബുദ്ധിമാനാണെന്നല്ലേ? അങ്ങനെയൊന്നുമല്ല. ഓക്കെ, തോമസ് ആൽവ എഡിസൺ ഈസ് സെഡ് ടു ഹാവ് ഫെയിൽഡ് അപ്രോക്സിമേറ്റ്ലി 10,000 times while he was working on the incandescent light bulb. നേരത്തെ പറഞ്ഞില്ലേ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്, ഇലക്ട്രിക് ബൾബിൽ തന്നെ ഇൻകാൻഡസെന്റ് ബൾബാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് കേട്ടോ. ഈ കണ്ടുപിടുത്തം നടത്തുന്നതിനിടയിൽ 10,000 times അദ്ദേഹം അതിൽ പരാജയപ്പെട്ടവനാണ്. When he was 4 years old, his teacher had thrown him out of school, saying he was too stupid to learn anything. അദ്ദേഹത്തിൻ്റെ 4 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീച്ചർ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. എന്ത് പറഞ്ഞിട്ടാണ്? സ്റ്റുപ്പിഡാണ്, പഠിത്തത്തിൽ സ്റ്റുപ്പിഡായിട്ടുള്ള, ഇത്രയും സ്റ്റുപ്പിഡായിട്ടുള്ള ഒരു കുട്ടിയെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലിങ്കൻ്റെ ടീച്ചർ, ലിങ്കനോട്ട് ആരാണ്? തോമസ് ആൽവ എഡിസൺ. എഡിസൻ്റെ ടീച്ചർ അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. ആ കഥ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം ലിങ്കൺ വീട്ടിൽ വന്നിട്ട് അമ്മയ്ക്ക് ഒരു നോട്ട് കൊടുത്തേ, ഒരു ചെറിയ നോട്ട്, ഒരു പേപ്പറിൽ മിസ് എഴുതി കൊടുത്ത് വിട്ടു, നാളെ മുതൽ നിങ്ങളുടെ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കേണ്ട, ഭയങ്കര ഇത്രയും സ്റ്റുപ്പിഡായിട്ടുള്ളൊരു കുട്ടിയെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല, അവൻ ഒരിക്കലും നന്നാവുന്നില്ല, അതുകൊണ്ട് ഈ സ്കൂളിൽ നിന്ന് മാറ്റിക്കൊള്ളുക എന്ന് പറഞ്ഞ ഒരു നോട്ട് എഴുതി അമ്മയുടെ കയ്യിൽ കൊടുത്തു.
അപ്പം ലിങ്കൺ അറിയില്ല ആ ടീച്ചർ എന്താണ് എഴുതിയതെന്ന്. അവൻ ഭയങ്കര കാര്യമായിട്ടാണ് എൻ്റെ മിസ് അമ്മയ്ക്ക് തരാനായിട്ടൊരു നോട്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെയാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത്. അമ്മ തുറന്ന് വായിച്ചപ്പോൾ അമ്മയ്ക്ക് ഉള്ളിൽ ഭയങ്കര വിഷമം തോന്നി. കാരണം എൻ്റെ കുഞ്ഞിനെ ഒന്നിനും കൊള്ളാത്തവനാണെന്നാണ് ടീച്ചർ എഴുതി കൊടുത്തു വിട്ടിരിക്കുന്നത്. പക്ഷേ അമ്മ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ലിങ്കൺ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും. മിസ് വീണ്ടും ലിങ്കൺ എന്ന് പറഞ്ഞു പോകുന്നു, സോറി, തോമസ് ആൽവ എഡിസൺ ഇങ്ങനെ ഭയങ്കര ആങ്സൈറ്റി ആയിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. മിസ് എന്താണ് ഇതിനെക്കുറിച്ച് നല്ലതായിരിക്കും പറഞ്ഞതെന്ന് ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഈ നോട്ട് വായിച്ചിട്ട് എഡിസന്റെ മുഖത്തേക്ക് നോക്കി. അവർക്ക് ഭയങ്കര വിഷമം വന്നു കേട്ടോ. എഡിസന്റെ കുഞ്ഞു മുഖം അവനിങ്ങനെ ഭയങ്കര ആങ്സൈറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കുമല്ലേ, എന്താണ് അമ്മ പറയാൻ പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അത് പറയാൻ തോന്നിയില്ല. അമ്മ അവൻ്റെ മുഖം നോക്കിയിട്ട് അമ്മയ്ക്ക് ചോദിച്ചു എന്താ മിസ് എഴുതിയിരിക്കുന്നത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നീ ഏറ്റവും നല്ല കുട്ടിയാണെന്നാണ് അമ്മ മിസ് എഴുതിയിരിക്കുന്നത്. നീ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. അതുകൊണ്ട് നിന്നെ ഈ സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് മാറ്റി പഠിപ്പിക്കാൻ, കാരണം നിന്നെ പഠിപ്പിക്കാൻ പറ്റിയ ഒരിടമല്ല സ്കൂള്, നീ അത്രയ്ക്ക് ബ്രില്യൻ്റ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു സ്കൂളിലേക്ക് നിന്നെ മാറ്റണമെന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, അമ്മയുടെ ആ ഒരു സെൻറ്റൻസ്, അമ്മ അന്ന് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ ടീച്ചർ നിന്നെ പറഞ്ഞു നീ ഒന്നും പഠിക്കാത്തവനായതുകൊണ്ട് ഇവിടെ മാറ്റാൻ പറഞ്ഞു എന്നാണ് അമ്മ പറഞ്ഞിരുന്നതെങ്കിലോ ആ എഡിസൺ എന്ന് പറയുന്ന ആ പ്രതിഭാസം അന്ന് അവിടെ അസ്തമിക്കുമായിരുന്നു. പക്ഷെ അമ്മയുടെ ധീരോചിതമായ പ്രവൃത്തി മൂലം ആൽവ എഡിസൺ ലോകം അറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റായിട്ട് മാറി, അല്ലേ, കണ്ടുപിടുത്തക്കാരനായിട്ട് മാറി. അപ്പോൾ അത്രയ്ക്കും ടീച്ചർ പോലും കൊള്ളില്ല എന്ന് പറഞ്ഞ കുട്ടിയാണ് ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയത്. ഓക്കെ, നെക്സ്റ്റ് പേഴ്സൺ വാൾട്ട് ഡിസ്നി. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, WALT, വാൾട്ട് ഡിസ്നി. ഡിസ്നി ലാൻഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരുപാട് കാർട്ടൂൺസ് ഉണ്ടാക്കിയ ആളാണ് വാൾട്ട് ഡിസ്നി. ഒന്ന് പറയാമോ ഏതൊക്കെ കാർട്ടൂണുകളാണ് വാൾട്ട് ഡിസ്നിയുടെ ഇതിൽ ജനിച്ചത്? മിസ് പറയാം, മിക്കി മൗസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ്, കാർട്ടൂൺ കഥാപാത്രമാണ് മിക്കി മൗസ്. പിന്നെ സ്നോ വൈറ്റ്, ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്ന കാർട്ടൂൺ സ്നോ വൈറ്റ്. സിൻഡ്രല്ല, പിന്നെ സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാൾട്ട് ഡിസ്നിയുടെ പേരിൽ പുറത്തിറങ്ങിയ കാർട്ടൂണുകൾ. ഒക്കെ ഫേമസ് ആണ്, ഇന്നും കുട്ടികൾ ഭയങ്കര ഇഷ്ടത്തോടെ കാണുന്ന കാർട്ടൂൺ ചിത്രങ്ങളാണ്. അപ്പോൾ ആരായിരുന്നു വാൾട്ട് ഡിസ്നി? അദ്ദേഹവും ജനിച്ചത് അമേരിക്കയിലാണ്. അദ്ദേഹം സിനിമ ഫീൽഡിലായിരുന്നു കേട്ടോ. പ്രൊഡ്യൂസറായിരുന്നു, ഡയറക്ടറായിരുന്നു, തിരക്കഥാകൃത്താണ്, ആനിമേറ്ററാണ്. ഈ നിലകളിലൊക്കെ കഴിവ് തെളിയിച്ച ആളാണ് വാൾട്ട് ഡിസ്നി. അദ്ദേഹത്തെക്കുറിച്ച് നോക്കാം. വാൾട്ട് ഡിസ്നി വാസ് റിജക്റ്റഡ് ബൈ മെനി ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സ് ഹു ഫെൽറ്റ് ഹി ഹാഡ് നോ ടാലൻറ്റ്. അദ്ദേഹത്തിന് കഴിവില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സ് ഒക്കെ റിജക്റ്റ് ചെയ്ത ആളാണ് വാൾട്ട് ഡിസ്നി. ന്യൂസ് പേപ്പർ എഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂസ് പേപ്പറിൽ ആവശ്യമുള്ള വാർത്തകൾ എഡിറ്റ് ചെയ്ത് ഒരുപാട് ന്യൂസ് കിട്ടും. അപ്പം നല്ലതും ചീത്തയും ഒക്കെ വേർതിരിച്ചെടുത്ത് ആവശ്യമുള്ളത് മാത്രം എടുത്ത് കറക്റ്റായിട്ട് അത് നല്ലൊരു രൂപത്തിലാക്കിയെടുക്കുന്ന ജോലിയാണ് എഡിറ്റർ. അപ്പോൾ വാൾട്ട് ഡിസ്നി അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ എഡിറ്റേഴ്സ്, ഒരുപാട് എഡിറ്റേഴ്സ് ഇദ്ദേഹത്തിന് കഴിവില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തയാളാണ്. One day he got a small contact in a church to draw some cartoons. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ജോലിയൊന്നും കിട്ടാതെ വിഷമിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിന് അടുത്തുള്ള ചേർച്ചിൽ, പള്ളിയിൽ കാർട്ടൂൺ വരയ്ക്കാനായിട്ട് ഒരു അവസരം കിട്ടി. Near the church there was a small shed infested with mice. അദ്ദേഹത്തിന് ഈ വരയ്ക്കാനായിട്ട് ആ ചേർച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷെഡാണ് കിട്ടിയത്. ആ ഷെഡ് ആകട്ടെ നിറയെ ഇൻഫെസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എലികൾ നിറഞ്ഞ ഒരു ഷെഡാണ്. എലി അറിയാമല്ലോ, എന്തൊരു ശല്യമാണ് അല്ലേ? എലിയുടെ സ്മെല്ലടിച്ച് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് എലികൾ ഉണ്ടായിരുന്ന ഒരു ഷെഡാണ് അദ്ദേഹത്തിന് വരയ്ക്കാനായിട്ട് കിട്ടിയത്. ഡിസ്നി വാസ് ഇൻസ്പയർഡ് ബൈ എ സ്മോൾ മൗസ് ആൻഡ് ദ ഇമ്മോർട്ടൽ മിക്കി മൗസ് വാസ് ബോൺ. നേരത്തെ പറഞ്ഞില്ലേ, ഡിസ്നിയുടെ പേരിൽ വന്നതാണ് മിക്കി മൗസ്. ഒരു എലിയുടെ കഥയാണ്. ആ ഒരു കാർട്ടൂൺ ജനിക്കാനായിട്ട് കാരണമായത് അദ്ദേഹം താമസിച്ചിരുന്ന ആ ഒരു ഷെഡിൽ ഉണ്ടായിരുന്ന ഒരുപാട് എലികളിൽ ഒരു എലി അദ്ദേഹത്തിന് ഇൻസ്പിറേഷനായി. ആ എലിയുടെ മൂവ്മെൻറ്റ് കണ്ട് അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയി. അപ്പോൾ അതാണ് ആ ഒരു എലിയെ ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ മിക്കി മൗസ് എന്ന് പറയുന്ന കാർട്ടൂൺ ഉണ്ടാക്കിയത്. ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ
തോമസ് ആൽവ എഡിസൺ ആണ്. ഒരുപാട് പരാജയങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങളിലേക്ക് വന്നത് അല്ലെ. ആദ്യത്തെ കണ്ടുപിടുത്തം നടത്തുന്നതിനിടയ്ക്ക് 10,000 ടൈംസ് ആണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ 67ാമത്തെ വയസ്സിൽ ഹി ലോസ്റ്റ് ഹിസ് ഫാക്ടറി worth a few $1 million in a fire. എത്രയോ $1 million വിലപിടിപ്പുള്ള അദ്ദേഹത്തിന്റെ ഫാക്ടറി കത്തി നശിച്ചു പോയി. എത്രാമത്തെ വയസ്സിൽ? 67ാമത്തെ വയസ്സിൽ. As Edison watched his lifetime effort go up in smoke, he said, ആ ഫാക്ടറി അദ്ദേഹത്തിന്റെ ആയുഷ്കാലത്തെ സമ്പാദ്യമാണ് ഫാക്ടറി. അതിങ്ങനെ കത്തി അമർന്ന് പോകുന്നത് കണ്ടിട്ട് എഡിസൺ എന്താ പറഞ്ഞത്? നമ്മളാണെങ്കിലോ നെഞ്ചത്തടിച്ച് വാവിട്ട് കരഞ്ഞിരിക്കും അല്ലേ. അയ്യോ എൻ്റെ സമ്പാദ്യം മുഴുവൻ നശിച്ചു പോയേ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കരഞ്ഞ് പോയി നടക്കുകയുള്ളൂ. പക്ഷേ ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഹി സെഡ് there is great value in disaster. ഈ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരാജയം അല്ലെങ്കിൽ ദുരന്തം. ആ ദുരന്തത്തിന് ഒരു ഗ്രേറ്റ് വാല്യൂ ഉണ്ട്. ഓൾ അവർ മിസ്റ്റേക്സ് ആർ ബേൺഡ് ഔട്ട്. നമ്മൾ ചെയ്തതിൽ ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടില്ലേ, അതൊക്കെ ആ ദുരന്തത്തിൽ കത്തിപ്പോകും. താങ്ക് ഗോഡ് വി ക്യാൻ സ്റ്റാർട്ട് എ ന്യൂ. അദ്ദേഹം ദൈവത്തിന് നന്ദി പറയുകയാണ്, എൻ്റെ മിസ്റ്റേക്സുകളെല്ലാം കത്തിച്ച് കളഞ്ഞതിന് അങ്ങേക്ക് നന്ദി. ഇനി എനിക്കൊരു പുതിയ കാര്യം തുടങ്ങാം. 3 weeks later he invented the phonograph. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തശാലയായിരുന്നു അത്. ആ പരാജയത്തിന് ശേഷം 3 ആഴ്ചക്കുള്ളിൽ അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ഫോണോഗ്രാഫ്. നോക്കിക്കേ, അപ്പോൾ ഒരു പരാജയവും നമ്മളെ തളർത്തിക്കളയരുത്. വാട്ട്സ് ദ മോറൽ? നെവർ 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 ഗിവ് അപ്പ്. ഒരിക്കലും ഉപേക്ഷിച്ച് കളയാൻ പാടില്ല. നിങ്ങൾ ഏത് പരിശ്രമമാണോ സ്റ്റാർട്ട് ചെയ്തത് അത് വിജയത്തിൽ എത്തിക്കുന്നത് വരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി വീണ്ടും നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.